ഹലോ ഗൈസ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ഒരു മോര് കറി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മോര് കറി കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. അപ്പോൾ അതിൽ ആ കുമ്പളങ്ങയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കറി, അപ്പോൾ ഞാൻ വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, തേങ്ങ ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വേവിച്ച കുമ്പളങ്ങയിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോര് കറി വയ്ക്കുമ്പോൾ മുളകൊന്നും ഞാൻ അരയ്ക്കാറില്ല കേട്ടോ, മുളക് പൊടിയൊന്നും അരയ്ക്കാറില്ല. അപ്പോൾ ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇത് മൂന്നും കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് ആദ്യം അരച്ചെടുക്കും. എന്നിട്ട് വേവിച്ച കുമ്പളങ്ങയിൽ ഞാനത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി അരയ്ക്കുമ്പോൾ ഈ കുമ്പളങ്ങയുടെ കളർ മാറും കേട്ടോ. ഈ കുമ്പളങ്ങ മോര് കറി നമ്മളിപ്പോൾ ഈ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അതിൻ്റെ കളർ മാറും, മഞ്ഞ കളർ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഒരിക്കലും നമ്മൾ തേങ്ങയിൽ വെച്ച് അരയ്ക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതുമാത്രമല്ല, നമ്മളിത് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയും വെള്ളവും രണ്ടിടത്തായിട്ട് നിൽക്കും. ആ കറിക്ക് ഒരു ഭംഗിയും കാണില്ല, കറിയുടെ രുചിയും പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല തിളച്ച് പതഞ്ഞു വരുന്ന സമയത്ത്, അപ്പോൾ കറി അങ്ങ് ചൂടാകും കേട്ടോ. അപ്പോൾ തന്നെ നമ്മളതിനെ ഇറക്കി വെക്കണം. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിളച്ചിട്ടില്ല. ഇങ്ങനെ അതാ പതഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, എങ്കിൽ ആ കറിയുടെ രുചി പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒന്ന് തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആ കറി ഇറക്കി വയ്ക്കുക. ഇപ്പോൾ തന്നെ അതിനെ ഇറക്കി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കാരണം എന്താ, ക്ലച്ച് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കും, ശരിക്കും തിളയ്ക്കാൻ പാടില്ല കറി. തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ഇപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട്. മറ്റേത് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒരു ഭാഗത്ത് നിൽക്കും, നമ്മൾ അരച്ച് ചേർത്ത ആ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് ഒരു ഭാഗത്ത് നിൽക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ തന്നെ ഇറക്കണം. ചൂടായിട്ട് അങ്ങനെ ഇറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട്
ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുക. കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് വയ്ക്കുകയാണ് കേട്ടോ. കാരണം അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടോ, മുളക് പൊടി ഇട്ട ഉടനെ ഞാനത് കണ്ടോ. നമ്മളൊരിക്കലും മോര് കറിക്ക് മുളക് പൊടി അരയ്ക്കാൻ പാടില്ല കേട്ടോ. അരച്ചാൽ അതിൻ്റെ കളർ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന കുമ്പളങ്ങയിലിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്ന് വേണം പറയാം. അത് കഴിഞ്ഞിട്ട് എണ്ണയിൽ കടുകും പിന്നെ കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചതിന് ശേഷം 1 സ്പൂണോ 1/2 സ്പൂണോ മുളക് പൊടി അതിലോട്ടിട്ട് ചുവന്ന് വരുമ്പോൾ തന്നെ നമ്മളതിന് അത് എടുത്ത് പെട്ടെന്ന് കറിയിലോട്ട് ഒഴിക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. മുളക് പൊടി ചുവന്ന കളറിലാകുമ്പോൾ തന്നെ നമ്മളിതിലോട്ട് ഒഴിക്കണം. ഒഴിച്ച് കഴിയുമ്പോൾ മോര് കറി നോക്കി നോക്കും. കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ മോര് കറി. കാരണം ഇത് കണ്ടോ, മുളകിൻ്റെ കളർ വന്നത് കണ്ടോ. ഞാൻ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാൻ കാരണം പൊക്കത്തിനായി പോയത് കൊണ്ട് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാൻ വിചാരിച്ചു. ഇതാണ്. അപ്പോൾ ഇനി എല്ലാവരും മോര് കറി വയ്ക്കുമ്പോൾ മുളക് പൊടി അരയ്ക്കാതിരിക്കുക. ഇതുപോലെ തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി അരച്ച് അത് തിളപ്പിക്കേണ്ട ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് കടുകും പിന്നെ കറിവേപ്പിലയും പിന്നെ പൊട്ടിയതിന് ശേഷം മുളക് പൊടി ആ എണ്ണയിട്ടതിന് ചൂടാക്കി ആ മോര് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മോര് ഇതിലോട്ട് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ മോര് കറി ഇതാണ് കേട്ടോ. ഞാനിനി മോര് ഇതിലോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ മോര് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്നു. ഞാൻ മോരെടുക്കാൻ മറന്നു. മോര് ഫ്രിഡ്ജിനകത്ത് തന്നെ ഇട്ടു. അപ്പോൾ അതിന് കുറച്ച് മോരിലോട്ട് വയ്ക്കാം. അപ്പം നമുക്ക് ആവശ്യം ഇപ്പം മോര് കറി വയ്ക്കുമ്പോൾ പുളി കൂടുതൽ വേണമെന്നുള്ളവർക്കാണ്, പുളി കുറച്ച് വേണമെന്നുള്ള. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവിന് ഇതാ മോര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഇന്നത്തെ മോരുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ലില്ലി ബ്ലോഗിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. കാരണം എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് കുറവാണ്, ഒരുപാട് കുറവാണ്. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കാണുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോണുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നതാണ്.